ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര യു കെയിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി ആയിട്ടുള്ള മാഞ്ചസ്റ്ററിലേക്കാണ്. അവിടെ എത്താനായിട്ടൊരു 2.5-3 മണിക്കൂറൊക്കെ ട്രെയിൻ ജേർണി ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് തന്നെ ഞങ്ങൾ അവിടെ മാഞ്ചസ്റ്റർ പിക്കാഡ്ലി റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ സ്റ്റേഷനിൽ ഇറങ്ങി കുറച്ച് സ്റ്റേഷനിലെ റെസ്റ്റോറൻ്റൊക്കെ നോക്കി ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാഞ്ചസ്റ്റർ കാണാനാണ്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. മാഞ്ചസ്റ്റർ പിക്കാഡ്ലി എന്നാണ് പേര്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പം മാഞ്ചസ്റ്റർ പിക്കാഡ്ലിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിയുടെ കാഴ്ചയാണ് ഈ കാണുന്നത്. അതിൻ്റെ പുറത്ത് തന്നെ ഒരു സ്റ്റാച്യു ഈ കാണുന്നതുണ്ടായിരുന്നു. അത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റിയിലൂടെയൊക്കെ ഞങ്ങൾ നടന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഹാഫ് ആൻ അവർ ഞങ്ങൾ ക്യൂ ഒക്കെ നിന്ന് നല്ല രസമുള്ള സ്റ്റാഫായിരുന്നു അവിടുത്തെ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സാമ്പിൾസ് ബ്രൗണീസ് ഒക്കെ കിട്ടിയായിരുന്നു. ബ്രൗണീസ് ഫഡ്ജൊക്കെ ഞങ്ങൾക്ക് തന്നായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഞാനൊരു കോൾഡ് കോഫിയും ഷാക്ഷുക്കയാണ് എൻ്റെ ഓർമ്മയിൽ ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു അതൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നതുകൊണ്ട് ഞാനത് പെട്ടെന്ന് തന്നെ കഴിച്ചു. ഹലോ, അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇവിടുത്തെ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ഒത്തൻറ്റിക് ആയിട്ടുള്ളത്. അത് കഴിച്ച് നമ്മൾ അടുത്തത് മാഞ്ചസ്റ്റർ കത്തീഡ്രലിലേക്കാണ് പോകുന്നത്. അപ്പം നമുക്കവിടെ നോക്കാം എങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ബാക്കിൽ കണ്ടതാണ് അവിടുത്തെ ഒരു ട്രാം സ്റ്റേഷൻ. അതാണ് അവിടുത്തെ ട്രാം. അപ്പോൾ ഇതാണ് സിറ്റി സെൻറ്ററിൻ്റെ മെയിനായിട്ടുള്ള പ്ലേസ്. അവിടെ എല്ലാവരും സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. എല്ലാവരും റെസ്റ്റ് ചെയ്യാനും സൺലൈറ്റിനും വേണ്ടിയിട്ടൊക്കെ എല്ലാവരും നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം കത്തീഡ്രലിൽ പോകുന്ന വഴിക്കാണ് ഇങ്ങനെയൊരു സംഭവം കണ്ടത്. ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് അതാണ് യൂറോപ്പിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് സ്ക്രീൻ സീലിംഗ് ആയിരുന്നു. 2024 ഇത് സ്റ്റാർട്ട് ചെയ്തത്. പ്രിൻ്റ് വർക്ക്സ് എന്ന് പറഞ്ഞ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പ്രിൻ്റ് വർക്ക് സ്കൈലൈറ്റ്സ് എന്ന് പറഞ്ഞ ഈ പ്ലേസ് 21 ബില്യൺ മുടക്കിയിട്ടാണ് റീഫർമിഷ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ അവിടെ കുഞ്ഞു കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിൽക്കാനായിട്ട് ചെറിയ ഷോപ്പ് കീപ്പേഴ്സും സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ അധികം ടൂറിസ്റ്റുകളൊക്കെ ഈ സ്കൈലൈറ്റ് കാണാൻ വേണ്ടി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം അതിൽ കൂടെ നടന്നു. നല്ല ഭംഗിയുള്ള ലൈറ്റുകളൊക്കെ കൊടുത്ത് അവരതിനെ നല്ല ഭംഗി ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഷോപ്പിംഗ് കോംപ്ലക്സിനെ. അത് കഴിഞ്ഞപ്പം ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഭാഗത്തേക്ക് നടന്നു. കത്തീഡ്രലിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ലോണൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ള ഒരു പാർക്ക് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ വരാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഡെഫോഡിൽസ് ഉണ്ടായിരുന്നു ഫ്ലവേഴ്സായിട്ട്. അതാണ് ഞാൻ ഇതിൽ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ഒരു യെല്ലോ കളറുള്ള ഫ്ലവേഴ്സാണ് യു കെയിൽ ഫുള്ളും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഫ്ലവറാണ് ആ സമയത്ത്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അതൊക്കെ കണ്ട് ഞങ്ങൾ കത്തീഡ്രലിൻ്റെ ഉള്ളിലോട്ട് കടന്നപ്പോൾ ഭയങ്കര വലിയൊരു കത്തീഡ്രലാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പഴയ തൂണുകളും പഴയ കൊത്തുപണികൾ കൊണ്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു കത്തീഡ്രലാണ്. അവിടെ അതിൻ്റെ ഹിസ്റ്ററി അവിടെ ഒരു 2 പോസ്റ്ററിലായിട്ട് എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഹെൻറി 4 ഇത് ഈ കത്തീഡ്രൽ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിങ്ങനെ കുറേ കിങ്സിലൂടെയും ക്വീൻസിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലൊക്കെ വിറ്റ്നസ് ആയിട്ടുള്ള ചേർച്ചാണ്. ഇതവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 600 വർഷത്തോളമായി. അതായത് 1421 ഈ ഹെൻറി 5 ഇത് നിർമ്മിച്ചത്. അപ്പം പല പീരീഡ്സിലൂടെയും ഈ ചേർച്ച് കടന്നു പോയിട്ടുണ്ട്. അവിടെ നമുക്കൊരു ക്യാൻഡിൽ കത്തിക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഒരു രസത്തിന് കത്തിച്ചു. അവിടെ ഡൊണേഷനൊക്കെ ഇടാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ ചേർച്ച് പോലെ തന്നെ നേർച്ചയിടുന്ന പോലെ തന്നെ. അപ്പം ആ
പള്ളിയുടെ ഭംഗി കുറേ നേരം ഞങ്ങളവിടെ നോക്കിയിരുന്നു. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമായിരുന്നു. കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. കുറേ ടൂറിസ്റ്റുകൾ അത് കാണാൻ വേണ്ടി, അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഈ കത്തീഡ്രൽ വിസിറ്റ് ചെയ്യാൻ ക്വീൻ ഓഫ് എലിസബത്ത് വന്നപ്പോഴുള്ള ഫോട്ടോസും ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നിട്ടുള്ള ഫോട്ടോസും ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു വലിയ വലിയ ഫ്രെയിംസിൽ. അതൊക്കെ കണ്ടു. അതിന് ശേഷം ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് സിറ്റി സെൻറ്ററിൻ്റെ ഒരു സൈഡിലേക്കാണ് ഇറങ്ങുന്നത്. അപ്പം അവിടെ നമുക്ക് കാണാം ഇഷ്ടംപോലെ പേര് അവിടെ ഇരുന്ന് ഡ്രിങ്ക്സ് കുടിക്കുന്നു, വെയിൽ കായുന്നു. ഭയങ്കര തിരക്കിലോട്ടാണ് നമ്മൾ എത്തിയത്. അപ്പോഴാണ് മാഞ്ചസ്റ്ററിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പബ്സ് കണ്ടത്. ഓൾഡ് വെല്ലിംഗ്ടൺ ഇൻ എന്നാണ് ആ പബ്ബിൻ്റെ പേര്. അതിൽ നിറയെ ആളുകൾ, ഭയങ്കര തിക്കും തിരക്കുമായിരുന്നു ആ പബ്ബിൽ. നിറയെ ആളുകൾ അവിടെ ഇരുന്ന് ബിയർ കുടിക്കുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു അത്. 1552 അത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകുന്ന വഴിക്ക് ഒരു പ്രൊട്ടസ്റ്റ് കണ്ടു. കുറേ പെൺകുട്ടികൾ അവർ റൈറ്റ്സിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതിൻ്റെ പേര് ഫെമിനിസ്റ്റ് ഫൈറ്റ് ഫാസിസം എന്നായിരുന്നു എനിക്ക് തോന്നുന്നു. ഹലോ, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മാഞ്ചസ്റ്റർ കത്തീഡ്രലൊക്കെ കണ്ടു. ഇത് നമ്മൾ നമ്മൾ പോകുന്നത് ജോൺ റൈലൻഡ്സ് ലൈബ്രറിയാണ്. മാഞ്ചസ്റ്ററിൽ തന്നെ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈബ്രറിയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി അവിടുത്തെ കാഴ്ചകൾ കാണാം. ജോൺ റൈലൻഡ്സ് ലൈബ്രറി ഓപ്പൺ ചെയ്തത് 1900-ലാണ്. അത് യൂറോപ്പിലെ തന്നെ ഫൈനസ്റ്റ് എക്സാമ്പിളാണ് നിയോ ഗോതിക് ആർക്കിടെക്ചറിൻ്റെ. ഇത് ഈ ലൈബ്രറി എന്ന് പറഞ്ഞ പബ്ലിക് ആക്സസ് ആണ്. നമ്മൾക്ക് എപ്പം വേണമെങ്കിൽ പോയി അവിടെ പോയി ഇരുന്ന് എത്ര അവേഴ്സ് വേണമെങ്കിൽ നമുക്ക് ചിലവഴിക്കാം. ഞങ്ങൾ അങ്ങോട്ട് പോയി അതിൻ്റെ പ്രസ് മെഷീനൊക്കെ കണ്ടായിരുന്നു. അവിടെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പലതരത്തിലുള്ള പ്രസ് മെഷീൻസ്. അതൊക്കെ കണ്ടു. അതൊക്കെ 1900 മെയ്ഡാണ്. അത് കഴിഞ്ഞ് ശരിക്കുള്ള ലൈബ്രറിയിലേക്ക് കടന്നു. നല്ല ഭംഗിയുള്ള പണ്ടത്തെ ചർച്ച് പോലെ തോന്നിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അവിടെ പല ഓരോരോ പാർട്സായിട്ട് അവിടെ ലൈബ്രറിയിലെ ബുക്സ് ഉണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് പഠിക്കാം. ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ച് നമുക്ക് റിസർച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ടൈം അവിടെ ചിലവഴിക്കാം. അപ്പോൾ നമ്മൾ ഇപ്പം വന്നിരിക്കുന്നത് മാഞ്ചസ്റ്ററിൽ തന്നെ ഭയങ്കര ഓൾഡായിട്ടുള്ള ലൈബ്രറിയാണ്. 80s ലൈബ്രറിയാണ്. നല്ല രസമുണ്ട്. വുഡൻ ഫ്ലോറിങ്, വുഡൻ സാധനങ്ങളൊക്കെ ആയിട്ട് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള പ്ലേസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ലൈബ്രറിയൊക്കെ കണ്ട് സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ടുള്ള ആ ഭാഗമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി വീണ്ടും സിറ്റിയിലോട്ട് ചെന്നിട്ട് അവിടുന്ന് ട്രാം എടുത്ത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മോളിലോട്ട് പോകാൻ തീരുമാനിച്ചു. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് ആ ട്രാമിലിരുന്നു. കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഔട്ടർ മാഞ്ചസ്റ്ററിലായിരുന്നു അത്. ഹലോ, അപ്പോൾ നമ്മൾ അടുത്തത് വന്നിട്ടുണ്ട് ട്രഫോർഡ് സെൻ്ററിലേക്കാണ്. ട്രഫോർഡ് സെൻ്റർ വലിയൊരു ഷോപ്പിംഗ് മോൾ എന്ന് പറയാൻ പറ്റും, ഷോപ്പിംഗ് സെൻ്ററാണ്. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അവിടെ സെലിബ്രിറ്റീസ് വലിയ ലക്ഷറി ബ്രാൻഡ്സുള്ള വലിയ ബ്രാൻഡ് ഉണ്ട്. ഫസ്റ്റ് കാണുന്നത് പിന്നെയും കുറേ ബിൽഡിങ്സ് ഉണ്ട്. വലിയൊരു വില്ലേജ് പോലെ ദൂരെ പരന്ന് കിടക്കുന്ന സ്ഥലത്തിനാണ്. അപ്പം നമുക്ക് കാണാം. UK തന്നെ 3rd ലാർജസ്റ്റ് ഷോപ്പിംഗ് സെൻറ്ററാണ് ഈ ഔട്ടർ മാഞ്ചസ്റ്ററിൽ സ്ഥിതി ചെയ്യുന്ന ട്രഫോർഡ് സെൻറ്റർ. കുറേ ഷോപ്പുകളുണ്ടായിരുന്നു അവിടെ. ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ കാലൊക്കെ കഴക്കി നമുക്കവിടെ ഫുൾ കണ്ടു തീരാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ഷോപ്സിലൊക്കെ കയറി കുറേ നോക്കി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഒരു വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. ആ ഫുഡ് കോർട്ടിലാണെങ്കിൽ സാറ്റർഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ഷോപ്പിംഗ് സെൻറ്ററിൽ ഫുള്ളും നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ നിന്ന് ഫുഡ് കഴിച്ച് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് എന്നിട്ട് ഞങ്ങൾ ഒരു ഈവനിങ് 7 ആയപ്പം ഞങ്ങൾ തിരിച്ചു പോകുന്നു സിറ്റിയിലേക്ക്. കാരണം 8:30 ഞങ്ങൾക്ക് ട്രെയിൻ. അപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി.
ബന്ദോബസ്ത് റെസ്റ്റോറൻ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. അതൊരു അണ്ടർഗ്രൗണ്ടിലായിരുന്നു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കയറിയതാണ്. പക്ഷേ അവിടുത്തെ ഫുഡൊക്കെ സൂപ്പറായിരുന്നു. നല്ല അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഇന്ത്യൻസിനേക്കാളും കൂടുതൽ അവിടെ ഇവിടുത്തെ ആൾക്കാരായിരുന്നു, ബ്രിട്ടീഷേഴ്സായിരുന്നു കൂടുതൽ ഫുഡ് കഴിക്കാനായിട്ട്. അവിടെ ഇങ്ങനെ ഓരോ കോമ്പോസ് ആയിട്ടാണ് ഫുഡ് കിട്ടുക. പൂരി, അതിൻ്റെ കൂടെയുള്ള കറികൾ, അങ്ങനെ. അപ്പം ഞങ്ങളും അതുപോലെ തന്നെ മേടിച്ചു. പല പല 3-4 കറികളാണ് ഞങ്ങൾ മേടിച്ചത്. പനീറിൻ്റെ, മലായ് ടിക്ക, അങ്ങനെ ഒരു ചിക്കൻ്റെ പോർഷൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പോർഷൻസ് ആയിട്ടാണ് കറികൾ മേടിച്ചത്. കറികളുടെ പോർഷൻസൊക്കെ കുറവായിരുന്നെങ്കിലും ടേസ്റ്റൊക്കെ കിടിലമായിരുന്നു. അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ട് 8:30 ട്രെയിനിൽ ഞങ്ങൾ കയറി. അപ്പോൾ ഒരു ഷോർട്ട് ട്രിപ്പായിരുന്നു മാഞ്ചസ്റ്റർ. പക്ഷേ മെമ്മറബിൾ ആയിട്ടുള്ള, ഒരിക്കലും ലൈഫിൽ മറക്കാത്ത ഒരു സിറ്റിയാണ് മാഞ്ചസ്റ്റർ. ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പോയുള്ളെങ്കിലും ഭയങ്കര രസമുള്ള ഒരു ട്രിപ്പായിട്ടാണ് എനിക്ക് ഫീലായത്. ഇപ്പോൾ ഒരു ഷോർട്ട് 1 ഡേ ട്രിപ്പായിരുന്നെങ്കിലും കുറച്ച് പുതിയ ആൾക്കാരെയും കുറച്ച് പുതിയ എക്സ്പീരിയൻസസും കുറച്ച് പുതിയ സ്ഥലങ്ങളും ഒക്കെ കാണാൻ പറ്റി. അപ്പം അത്രയ്ക്കുള്ള എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യുക ഈ വീഡിയോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു. ടാറ്റ, ബൈ ബൈ.